സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദ പെരുമഴയ്ക്കിടെ നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങുകയാണ്. പരസ്പരം ഏറ്റുമുട്ടാൻ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വിഷയങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഭരണപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആയുധം. പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദനങ്ങൾ പ്രതിപക്ഷത്തിനും ആയുധമാവും. ഷബീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, ഗുഡ് മോർണിംഗ്. നാളെ നിയമസഭയിൽ ഒരു പോര് നടക്കും. വെരി ഗുഡ് മോർണിംഗ്. എസ്കേൻ, തീ പാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ സാധാരണഗതിയിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഭരണപക്ഷത്തിന്റെ കയ്യിലാണ് മൂർച്ചയുള്ള ആയുധങ്ങൾ. എന്നാൽ ഇത്തവണ അത് അങ്ങനല്ല. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരേ മൂർച്ചയുള്ള തുല്യമായിട്ടുള്ള ആയുധങ്ങൾ അവരുടെ പക്കലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഭരണപക്ഷത്തിന്റെ പ്രധാന തുറുപ്പുചീട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയാൽ ഇതുവരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ അത് സഭാരേഖകൾ എത്തിക്കുകയാണ്. CPIഎമ്മിന്റെ നീക്കം ഒരു പരിധി വിട്ട് രാഹുലിനെ ആക്രമിക്കുമ്പോൾ കോൺഗ്രസ് പ്രതിരോധിക്കില്ല എന്നുള്ള ബോധ്യവും CPIഎമ്മിനെ സംബന്ധിച്ചും ഭരണപക്ഷത്തെ സംബന്ധിച്ചും കൃത്യമായിട്ടുണ്ട്. മാത്രവുമല്ല, ഈ രാഹുൽ സഭയിലെത്തിയാൽ PV അൻവർ നേരത്തെ ഇരുന്ന പ്രത്യേക ബ്ലോക്കിലായിരിക്കും ഇരിപ്പിടം. എന്നാൽ രാഹുലിനെ കടന്നാക്രമിക്കാൻ CPIഎം തീരുമാനിച്ചാൽ കോൺഗ്രസ് അംഗങ്ങൾ ഏത് വിധത്തിൽ അതിനെ പ്രതിരോധിക്കും സഭയ്ക്കുള്ളിൽ എന്നുള്ളൊരു രാഷ്ട്രീയ ആകാംക്ഷയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ഈ M മുകേഷ്, AK ശശിനെതിരായ ആരോപണങ്ങൾ ഉയർത്തി പാർട്ടിക്ക് UDF അംഗങ്ങൾ പ്രതിരോധം തീർത്തേക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതേസമയം പ്രതിപക്ഷമാകട്ടെ പോലീസ് അതിക്രമങ്ങൾ, ഇതുവരെ വന്നിട്ടുള്ള പോലീസ് അതിക്രമ സംഭവങ്ങൾ അത് സഭയിലെത്തിച്ച ഭരണപക്ഷത്തെ ഈ തിരഞ്ഞെടുപ്പ് വർഷം കാര്യമായി ആക്രമിക്കാനായിരിക്കും ശ്രമിക്കുക എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ദൃശ്യങ്ങളടക്കം നിയമസഭയിലേക്ക് എത്തിച്ച അത് ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇതുവരെ മൗനം തുടർന്ന മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ നിയമസഭയിൽ ഈ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട മറുപടി പറയേണ്ടി വരും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ഈ മറ്റു പലതരത്തിലുള്ള സംഭവങ്ങൾ, രാഷ്ട്രീയ സംഭവങ്ങൾ, അയ്യപ്പ സംഗമവും തൃശ്ശൂരിലെ ശബ്ദരേഖാ വിവാദവും ഇതടക്കം എല്ലാ കാര്യങ്ങളും നിയമസഭയിൽ ഉയരും. വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെ നിയമസഭയിലേക്ക് വരികയും ചെയ്യും. ഒക്ടോബർ 10 വരെയാണ് സഭ ചേരുന്നത്. സംഭവബഹുലമായിരിക്കും സഭ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എസ്കേൻ, ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.